ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്വാതന്ത്ര്യത്തോടും സന്തോഷത്തോടും കൂടെയുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ജീവിതം നയിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഏതൊരാളും അടിമത്തങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവരാകണം. അടിമത്തം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ടുള്ള സാധ്യതയില്ല. പക്ഷേ ആത്മീകരായവരുടെ കുടുംബങ്ങളെ പോലും തലമുറകളെ പോലും അടിമത്വത്തിലാക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. നമ്മളിങ്ങനെയൊരു ചില അടിമത്തങ്ങളിൽ ആണെങ്കിൽ നമുക്കൊരിക്കലും സ്വതന്ത്രമായ സന്തോഷത്തോടെയുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാനായിട്ട് പറ്റില്ല. ഇന്നത്തെ ഈ ഒരു ദൈവവചന ശുശ്രൂഷയിൽ എന്താണ് അടിമത്തമെന്നും ആ അടിമത്തത്തിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണെന്നും അതിൽ നിന്ന് നമുക്കെങ്ങനെ ഒരു ദൈവിക വിടുതൽ അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനായിട്ട് പറ്റും എന്നുള്ളതും നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ്. 3-4 വേദഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്ത ജനമായ ഇസ്രായേൽ മിസ്രൈമിലേക്ക് എത്തിയപ്പോൾ, അല്ലെങ്കിൽ ഈജിപ്തിൽ വെച്ച് അവർ പെരുകി, അവർ വർദ്ധിച്ചു. എല്ലാ കാലത്തും വർദ്ധിക്കുക, പെരുകുക, ഇങ്ങനെയൊരു വാഗ്ദത്തം ദൈവം തൻ്റെ ജനത്തിന് നൽകിയതാണ്. എന്നാൽ ഈ വർധനവിനെതിരെ പണ്ടെന്ന പോലെ ഇന്നും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ആത്മീകമായി അനുഗ്രഹിക്കപ്പെട്ട് വർദ്ധിച്ചു വരുന്ന ദൈവത്തിൻ്റെ ജനത്തെ, ക്രൈസ്തവ സഭകളെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അതിനെ ഇല്ലാതാക്കുക, എണ്ണത്തിൽ കുറയ്ക്കുക, അവരെ ഞെരുക്കുക, അത് ആത്മീക കൂട്ടങ്ങളിലും ആത്മീകമായി പോകുന്നവരുടെ കുടുംബങ്ങളിലും എല്ലാം നമുക്കിത് കാണാനായിട്ട് പറ്റും. പുറപ്പാട് പുസ്തകത്തിൻ്റെ ആരംഭ അധ്യായങ്ങളിൽ കൃത്യമായിട്ട് നമ്മൾ കാണുന്നു, അവരോട് ബുദ്ധിപൂർവം പെരുമാറുക എന്നാണ് ഫറവോൻ പറഞ്ഞത്. അപ്പം ആ ഫറവോന്യ ശക്തികൾ ഇന്നും വളരെ ബുദ്ധിപൂർവമാണ് പെരുമാറുന്നത്, നമ്മൾ പോലും അറിയാതെ വളരെ ബുദ്ധിപൂർവം. അവർ വേല ചെയ്യുന്നു, അവർക്ക് കൂലി കിട്ടുന്നില്ല, അവരെ കയ്പിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ കയ്പാക്കുന്നു. അവർക്ക് തലമുറകൾ, അല്ലെങ്കിൽ തലമുറകൾ ഉണ്ടാകുന്ന തലമുറകളെ ഇല്ലാതാക്കുന്നു. അത് നമ്മൾ യേശു കർത്താവിൻ്റെ ജനനത്തിലും നമ്മളിത് കാണുന്നുണ്ട്. രണ്ടാമത്തേത്, ഏലീശയുടെ അരികിലേക്ക് പ്രവാചക ശിഷ്യന്മാരിൽ ഒരാളുടെ ഭാര്യ വന്നിട്ട് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞെന്നാണ് പറയുന്നത്. ഞാൻ ആ വാക്യം പിന്നീട് പറയാം. നിലവിളിച്ചുകൊണ്ട് പറയുന്നത്, എൻ്റെ ഭർത്താവ് ഒരു യഹോവ ഭക്തനായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി, പക്ഷേ ഇപ്പോൾ കടക്കാർ വന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ അടിമകളാക്കാൻ ശ്രമിക്കുന്നു. കണ്ടോ? ദൈവഭക്തനായി നിന്ന, പ്രവാചക ശുശ്രൂഷകൾ ചെയ്ത ഒരു ദൈവഭക്തൻ്റെ തലമുറകളെ കാലങ്ങളിൽ അവരെ സ്ലേവറിയിലേക്ക് കൊണ്ടുപോവുകയാണ്, അടിമത്വത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി, അടിമത്വത്തിൽ നിങ്ങൾ ഒരിക്കലും കുടുങ്ങിപ്പോകരുതെന്ന് നമ്മൾ കാണുന്നുണ്ട്. അത് ഗലാത്യ ലേഖനത്തിലാണ്. അപ്പം പാപത്തിൻ്റെ അടിമത്വവും പൈശാചികമായ അടിമത്വവും ദൈവകൃപയിൽ നിന്ന് സ്വാതന്ത്ര്യത്തോടു കൂടെ ജീവിക്കേണ്ടുന്ന അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ അടിമത്തങ്ങളിലേക്ക് പോകുന്ന ആളുകളുണ്ട്. ഇന്ന് പലരും അവരനുഭവിക്കേണ്ടുന്ന നന്മകളും അനുഭവിക്കേണ്ട ആത്മീക സന്തോഷങ്ങളും, അവർ കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അവർ വേല ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ കൂലി അവർക്ക് കിട്ടാതെ ജീവിതത്തിൽ സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയിൽപ്പെട്ട ധാരാളം ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മൾ സ്വാതന്ത്ര്യത്തോടുകൂടെയുള്ള ഒരു ജീവിതം നയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നൊക്കെ കർത്താവ് പറഞ്ഞിരിക്കുമ്പോൾ തന്നെ എൻ്റെ കുറച്ച് നാളുകളിലെ ആത്മീയ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ പ്രതീക്ഷിക്കുന്ന പലതും ദൈവം നമുക്ക് വേണ്ടി വെച്ച കഷ്ടതകളല്ല. അങ്ങനെയുള്ള കഷ്ടതകൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് അവർ ആത്മീക വെളിപ്പാടിൽ നിരന്തരമായി
ദൈവാശ്രയ ബോധത്തോടെ പോകുമ്പോൾ ആ വിഷയങ്ങളിൽ പൂർണ്ണമായൊരു ദൈവിക വിടുതലുകൾ അവർക്കുണ്ടാകുന്നു. അവർ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. അതുകൊണ്ട് കൃത്യമായി നമ്മളിതിനെ ഒന്ന് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ദൈവവചന സന്ദേശത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങൾക്ക് തെളിയിച്ചു തരട്ടെ. നോക്കുക, ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് പുറപ്പാട് പുസ്തകം ആരംഭ അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇസ്രായേൽ ജനം വർദ്ധിക്കാൻ തുടങ്ങി, അവർ പെരുകാൻ തുടങ്ങി, അവരെ കൊണ്ട് ദേശം നിറഞ്ഞു, അവർ ബലപ്പെട്ടു. ശരിക്കും വർദ്ധിക്കുക എന്ന് പറയുന്ന ആ ഒരു അനുഗ്രഹം സന്താനവർദ്ധനവ് മാത്രമല്ല, അതിനപ്പുറത്ത് ആത്മീകമായ നിലയിലും വർദ്ധിക്കാനും മുന്നോട്ട് പോകാനും ഒക്കെയുള്ള വാഗ്ദത്തം എല്ലാ കാലത്തും ദൈവത്തെ സേവിക്കുന്നവർക്ക്, ദൈവസന്നിധിയിലായിരിക്കുന്നവർക്ക് ദൈവം കൊടുത്തിട്ടുള്ളൊരു കാര്യമാണ്. അത് നമുക്ക് കാണാനായിട്ട് പറ്റും. ശരിക്കും ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ആത്മീക സമൂഹം അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആ ഒരു വർധനവ് നമ്മളെല്ലായിടത്തും നമ്മൾ നോക്കുമ്പോൾ ഇതിനെ ഇല്ലാതാക്കാനും ഇതിനെ നശിപ്പിക്കാനും ഒക്കെ എത്രത്തോളം ആളുകൾ ശ്രമിക്കുന്നുവോ അത്രത്തോളം ഇത് വളരുന്നതാണ് നമ്മൾ കാണുന്നത്. എത്രത്തോളം ഇതിനെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുവോ അത്രത്തോളം ഇത് വളരുന്നതാണ് നമ്മൾ കാണുന്നത്. അത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമാണ്. പക്ഷെ എത്രത്തോളം വളരുന്നുവോ അത്രത്തോളം ഇതിനെ ഇല്ലാതാക്കുക. എനിക്ക് തോന്നുന്നത് പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രങ്ങളിൽ 2 കാര്യങ്ങളെന്ന് പറയുന്നത്, 1 ആത്മീക കൂട്ടായ്മകളെ ഇല്ലാതാക്കുക, 2 ആത്മീക കുടുംബങ്ങളെ ഇല്ലാതെയാക്കുക. അതുകൊണ്ട് ഈ ആത്മീക കുടുംബങ്ങളായിട്ടുള്ളവരെല്ലാം വളരെ ഗൗരവത്തോടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അതിൽ എന്താണ് അവിടെ നമ്മൾ കാണുന്നത്? ബുദ്ധിപൂർവം പെരുമാറുക എന്നുള്ളതാണ്. പല സമയങ്ങളിലും വളരെ ബുദ്ധിയോടെയാണ് ഇരുട്ടിൻ്റെ ശക്തികൾ, ദൈവത്തിൻ്റെ വചനത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന എതിർശക്തികൾ, അത് പൈശാചിക ശക്തികളാകട്ടെ, അതിനാൽ സ്വാധീനിക്കപ്പെട്ട മനുഷ്യരാകട്ടെ, എല്ലാവരും ബുദ്ധിപൂർവമാണ് അവരോട് പെരുമാറുന്നത്. അതിൽ ഒന്നാമത്തേത്, അവർ കഠിനവേലകളാൽ അവരെ പീഡിപ്പിക്കുക, ഊഴിയ വിചാരകന്മാരെ അവരുടെ മേൽ ആക്കുക, അവരുടെ ജീവിതത്തെ കൈപ്പാക്കുക. അതായത് ഒരിക്കലും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനായിട്ട് സമ്മതിക്കത്തില്ല എന്നുള്ളതാണ്. ഒന്നുകിൽ നിരന്തരമായ രോഗങ്ങൾ, ഇല്ലെങ്കിൽ മാനസികമായ സംഘർഷങ്ങൾ, ഇല്ലെങ്കിൽ തലമുറകളിൽ ലഭിക്കേണ്ടുന്ന വിടുതലുകളിൽ ലഭിക്കാതെ ഇരിക്കുക, ഇല്ലെങ്കിൽ എല്ലാ വഴികളും അടച്ച് വീട്ടിലിരുത്തുക. ഇങ്ങനെ ഒന്ന് മാറി ആത്മീകവും ഭൗതികവുമായ നിലകളിൽ ഒന്നുകിൽ ഡയറക്റ്റ് അറ്റാക്ക്, ഇല്ലെങ്കിൽ ഇൻഡയറക്റ്റ് അറ്റാക്ക്. ഇത് എത്രയോ നാളുകളായി നമ്മൾ പല മേഖലകളിലും നമ്മൾ കാണുന്ന ഒരു കാര്യമാണിത്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് എന്നൊന്നും ചിന്തിച്ചു കൊണ്ടിരിക്കാതെ ഇതിൻ്റെ അകത്തുനിന്ന് എങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യം പ്രാപിച്ച്, എങ്ങനെ നമുക്ക് വിടുതൽ പ്രാപിച്ച് മുമ്പോട്ട് പോകാനായിട്ട് കഴിയും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ദൈവഭക്തനായി നിന്ന ഒരു ദൈവദാസൻ്റെ അല്ലെങ്കിൽ പ്രവാചക ശിഷ്യൻ്റെ വീട്ടിൽ കടം കയറി ഒടുവിൽ കടക്കാർ മക്കളെ അടിമകളാക്കാനായിട്ട് വന്നു. നമ്മളൊന്ന് ചിന്തിക്കണം. അതിനെ ഒരു നിസ്സാരമായൊരു കഥയായിട്ടോ ഒരു ചെറിയൊരു സംഭവമായിട്ടോ ഒന്നും നമ്മളതിനെ എടുക്കാനായിട്ട് പാടില്ല കേട്ടോ. ഒരു കാലഘട്ടത്തിൽ വളരെ ശക്തമായി ദൈവഭക്തിയോടുകൂടെ നിന്നവൻ്റെ തലമുറകളെ അടിമകളാക്കാനായി കടക്കാർ വന്നിരിക്കുകയാണ്. ഈ ഒരു വചനം പറയുമ്പോൾ തന്നെ ഞാൻ വിശ്വസിക്കുന്നു ചില ദൈവപ്രവൃത്തികൾ നിശ്ചയമായും സംഭവിക്കും. ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ മാന്യ വനിത അവർ നിലവിളിച്ചുകൊണ്ട് വന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ എലീശയുടെ അടുത്ത് നിലവിളിച്ചുകൊണ്ട് വന്നെന്നാണ്. ഇസ്രായേൽ മക്കളും
നിലവിളിച്ചുവെന്നാണ് നമ്മൾ കാണുന്നത്. അടിമവേല ഹേതുവായുള്ള അവരുടെ നിലവിളി ദൈവസന്നിധിയിൽ എത്തി എന്നാണ്. നെടുവീർപ്പെട്ട് നിലവിളിച്ചുവെന്നാണ് 2-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിലാണ് നമ്മളത് കാണുന്നത്. ആ നിലവിളി ദൈവസന്നിധിയിൽ എത്തി. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടുമുള്ള നിയമം ഓർത്തു. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു. ദൈവം അറിഞ്ഞു. നിങ്ങൾ ആ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ കടാക്ഷിച്ചു, അറിഞ്ഞു, ഓർത്തു, എത്തി എന്നൊക്കെ പറയുമ്പം ഞാനിതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കിയ ഒരു ആത്മിക സത്യമെന്ന് പറയുന്നത്, ഈ നിലവിളി എന്ന് പറയുന്നൊരു കാര്യം, അത് ഒരുപക്ഷെ പ്രിയപ്പെട്ടവരെ 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ നമ്മളൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ മറുപടി കിട്ടിയില്ലെങ്കിലും നമ്മൾ സ്ഥിരതയോടെ ദൈവസന്നിധിയിൽ ചില വിഷയങ്ങളുടെ വിടുതലിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അത് ദൈവസന്നിധിയിൽ എത്തുന്നത് വരെ, ദൈവപ്രവൃത്തി ചില വിഷയങ്ങളിൽ ഉണ്ടാകുന്നത് വരെ, ആ കാര്യത്തെ ദൈവമുമ്പിലേക്ക് എത്തിക്കുന്നത് വരെ ചില കാര്യങ്ങളിൽ ഗൗരവമായ പ്രാർത്ഥന ആവശ്യമാണ്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ദൈവത്തിന് ഒറ്റയടിക്ക് അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടൊന്നുമല്ല. ചില സമയങ്ങളിൽ ദൈവം മൗനമായിരിക്കുന്നു എന്ന് തോന്നിയാലും നാം ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് നമ്മൾ എത്തി, നമ്മൾ ദൈവമുമ്പിൽ സമ്പൂർണമായും വിധേയപ്പെട്ട് നമ്മുടെ 100% ആശ്രയവും ദൈവത്തിലായി അങ്ങനെ ഒരു നിലവിളിയിലേക്ക് എത്തുമ്പോഴാണ് ദൈവികമായ മറുപടികൾ പുറപ്പെടുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക ഞാൻ ഈ പറയാനായിട്ട് പോകുന്ന കാര്യങ്ങൾ. പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ നിലവിളിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. അതും ഗതികെട്ടപ്പോഴാണ്. കടമുള്ളപ്പോൾ നിലവിളിച്ചെന്നല്ല പറയുന്നത്. കടക്കാർ വന്ന് പിള്ളേരെ പിടിച്ചോണ്ട് പോകാൻ പോയപ്പോഴാണ് നിലവിളിച്ചതെന്നാണ്. പല സമയത്തും നമ്മൾ അങ്ങനെയാണ്. നമ്മളെ കൊണ്ടാകുന്നത് പോലെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ പ്രവൃത്തികളും നമ്മളൊക്കെ ചെയ്ത് ലാസ്റ്റിൽ നമുക്ക് ഒരു ഗതിയുമില്ലാതെ വരുമ്പോഴാണ് നമ്മൾ ആത്മാർത്ഥമായി നിലവിളിക്കാനായിട്ട് തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങിയപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ വീട്ടിൽ എന്താണുള്ളത്? അപ്പം എണ്ണയെക്കുറിച്ച് പറയുന്നു. വെറും പാത്രങ്ങൾ വായ്പ വാങ്ങാനായിട്ട് പറയുന്നു. ആ എണ്ണ പകർന്ന് ഓരോ പാത്രങ്ങളിലേക്കും പകരുകയും അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് വ്യത്യാസമുണ്ടാകുകയും ചെയ്തു. അപ്പം ശരിക്കും ദൈവിക വിടുതലിനുള്ള സാധ്യതകൾ അവരുടെ കുടുംബത്തിൻ്റെ അകത്തുണ്ട്. കലത്തിലെ മാവിലും ഭരണിയിലെ എണ്ണയിലുമൊക്കെയുള്ള അത്ഭുതത്തിൻ്റെ സാധ്യതകൾ ഇന്നും നിലനിൽക്കുമ്പോൾ അത് ദൈവം മുമ്പിലേക്ക് നമുക്ക് എങ്ങനെ എത്തിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സ്തോത്രം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരാൾ എന്നെ ഫോണിൽ വിളിച്ചിട്ട് സംസാരിക്കുകയിൽ ആ പറഞ്ഞ കാര്യം എന്നെ ഒത്തിരി അത്ഭുതപ്പെട്ടു. ദൈവദാസനെ ഒരു വിധത്തിലും ജീവിതത്തിൽ രക്ഷപ്പെടത്തില്ലെന്ന് ലോകം മുഴുവനും ഞങ്ങളോട് പറഞ്ഞു. ഒരു മനുഷ്യരോട് പോലും പറയാതെ ദൈവസന്നിധിയിലിരുന്ന് ദിവസങ്ങൾ ഞാൻ കരഞ്ഞപ്പോൾ എൻ്റെ കണ്ണുനീരിൻ്റെ മറുപടിയുമായി ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വരുന്നത് പോലെയുള്ള ചില സംഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. അത് പറയാനുള്ള കാരണം ദൈവദാസൻ്റെ മെസ്സേജുകളൊക്കെ കേൾക്കുമ്പം ഇതൊക്കെ എൻ്റെ അനുഭവമാണല്ലോ എന്ന് ആ ഒരു പ്രിയപ്പെട്ട ഒരാൾ വിളിച്ചു പറഞ്ഞപ്പം ഇനിയും അനേകർക്ക് ഈ ഒരു മെസ്സേജിലൂടെ പ്രചോദനം കൊടുക്കുക, അനേകർ ദൈവത്തിങ്കലേക്ക് വരട്ടെ എന്നുള്ളതാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം, ജീവിതത്തിൻ്റെ മേഖലകളിൽ, ശുശ്രൂഷകളിൽ, പ്രാർത്ഥനാ ജീവിതത്തിൽ, ആത്മിക ജീവിതത്തിൽ ഒന്നും ഒരു പരിധിക്കപ്പുറത്തേക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം അടിമത്തങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഈ ഒരു അവസ്ഥകൾക്ക് ഒരു വലിയ വ്യത്യാസം ഈ ദിവസങ്ങളിൽ ഉണ്ടാകണം. അതിനൊന്നാമത് നമ്മൾ നിലവിളിക്കുക എന്നുള്ളതാണ്. കരയുക, നിലവിളിക്കുക, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുക. ആ നിലവിളിയിലും കരച്ചിലിലും ജനത്തെ രക്ഷിക്കുവാൻ ദൈവം ഇറങ്ങി വന്നെന്നാണ് 3-ാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. എൻ്റെ ജനത്തിൻ്റെ കരച്ചിൽ കണ്ട ഞാൻ അവരെ രക്ഷിക്കുവാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ശരിക്കും ദൈവത്തെ ഇറക്കിക്കൊണ്ടുവരുന്ന തരത്തിൽ അവർ
നിലവിളിച്ചു പ്രാർത്ഥിച്ചു. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് മാറാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ. നമ്മൾ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരികയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഗലാത്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഇവിടെ അടിമനുഖം എന്ന് പറയുന്നത് എന്താണ്? യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയും ദൈവകൃപയും വിടുതലുകളുമൊക്കെ അനുഭവിച്ചവർ ആത്മാവ് കൊണ്ട് ആരംഭിച്ച് ജഡത്തിലേക്ക് മാറി ന്യായപ്രമാണത്തിൻ്റെ ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കുമൊക്കെ അവർ പോകുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവത്തിന് സ്തോത്രം, പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചവരായ നിങ്ങൾ, ദൈവകൃപയെ അനുഭവിച്ചവരായ നിങ്ങൾ ഒരിക്കലും അതേ പഴയ അടിമത്തങ്ങളിൽ നിങ്ങൾ കുടുങ്ങി പോകരുത്. നമ്മൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായം മുഴുവനും നമ്മൾ പഠിക്കുമ്പം അവിടെ നമ്മൾ കാണുന്നത് ആത്മാവിനെ അനുസരിച്ച് നടപ്പി. ഞാൻ സാധാരണ എൻ്റെ എല്ലാ വീഡിയോകളിലും ഞാൻ പറയുന്ന കാര്യം ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. എല്ലാ തരത്തിലുള്ള അടിമത്തങ്ങളിൽ നിന്നും നമ്മളെ വിടുവിച്ച് നമ്മളെ സ്വാതന്ത്ര്യത്തോടെ നടത്തുവാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിനാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികളെ മനസ്സിലാക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ജീവിതത്തിൽ ഓരോ ദിവസവും മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തികൾ ജീവിതത്തിൽ നിന്ന് അന്യം നിൽക്കുമ്പോൾ, അതായത് നമുക്ക് തന്നെ അറിയാം, പഴയതുപോലെ എനിക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുന്നില്ല, ജീവിതത്തിൽ ഒരു വിശാലതയിലേക്ക് പോകാൻ പറ്റുന്നില്ല, ജയകരമായൊരു ജീവിതം നയിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊരു അനുഭവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ മുട്ടുമേലിരുന്ന് ദൈവസന്നിധിയിൽ കരഞ്ഞ്, ദൈവമേ, ഞാൻ എവിടെയാണ് വീണുപോയത്, ഞാൻ എവിടെയാണ് മടങ്ങി വരേണ്ടുന്നത്, എവിടെയാണ് ദൈവാത്മശക്തി ഞങ്ങളിൽ കുറഞ്ഞു പോയത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകണം. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. അതായത് നമ്മൾ ഈ ഗലാത്യ ലേഖനം നമ്മൾ വ്യക്തമായി പഠിക്കുമ്പോൾ പരിച്ഛേദനയേറ്റെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് യഹൂദന്മാരുടെ പഠിപ്പീരുകൾ ഉണ്ടായിരുന്നു. ആ യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്തുവിലേക്ക് വന്നവർ കുറച്ച് കഴിഞ്ഞപ്പം ഇനി എന്നാൽ ഈ പരിച്ഛേദനയോടെ വേണം, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ വേണം എന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ആ ഗലാത്യ ലേഖനം എഴുതുന്നത്. അതിൻ്റെ പശ്ചാത്തലം അതാണ്. ഗലാത്യ ലേഖനം എബ്രായ ലേഖനത്തിലും അവർ ആ യഹൂദ മത ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കുമൊക്കെ മടങ്ങിപ്പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇതൊക്കെ പല സമയങ്ങളിലും കർത്താവ് നമുക്ക് നൽകി തന്ന സ്വാതന്ത്ര്യത്തെ നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തി കളയുകയാണ്. പാപത്തിലൂടെ ചിലർ ബന്ധനങ്ങളിലേക്ക് അകപ്പെട്ടു പോവുകയാണ്. യഥാർത്ഥമായ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് വേർപാടിലും വിശുദ്ധിയിലും ദൈവത്തെ ആരാധിക്കേണ്ടുന്നവർ ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റു പലതിലേക്കും അവർ തിരികെ പോകുമ്പോൾ നമ്മളറിയാതെ പല അടിമത്വങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ സാധാരണ പറയുന്നത് പോലെ നമ്മളുടെ ഈ ഒരു വിടുതലിൻ്റെ പ്രോസസ്സ് ചെറിയൊരു കാര്യമല്ല. നമ്മൾ വിചാരിക്കുന്ന ഏതെങ്കിലും ദൈവദാസന്മാർ നമ്മുടെ തലയെ കൈവെക്കുമ്പോഴേ വിടുതൽ നടക്കും, അത്ഭുതം നടക്കും. അങ്ങനെയൊന്നുമല്ല, അതൊന്നുമല്ല. അതിനപ്പുറത്ത് നമ്മൾ ദൈവസന്നിധിയിലിരുന്ന് എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പാളിച്ചകൾ, എവിടെയാണ് വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളത്, വിശുദ്ധ ജീവിതം എവിടെയെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ, നമ്മുടെ വീട് സത്യത്തിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യേണ്ടുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ ഭവനങ്ങളൊക്കെ. അവിടെയൊക്കെ നമ്മൾ ഈ ലോകത്തിൻ്റെ പ്രവൃത്തികളും ലൗകികമായ സംസാരങ്ങളും കുറ്റപ്പെടുത്തലുകളും പിന്നെ ലോകമനുഷ്യൻ പ്രവർത്തിക്കുന്നത് പോലെയൊക്കെ നമ്മൾ പ്രവർത്തിച്ചാൽ ആ വീടുകൾക്കുള്ളിൽ ഒരിക്കലും ദൈവത്തിൻ്റെ ആത്മാവിന് അവിടെ പ്രവർത്തിക്കാനായിട്ട് കഴിയത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. കോപ സ്വഭാവമുണ്ടെങ്കിൽ, പാപ സ്വഭാവമുണ്ടെങ്കിൽ, രഹസ്യ പാപങ്ങളുണ്ടെങ്കിൽ, രഹസ്യമായ പാപങ്ങളിൽ അടിമകളാണെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള അടിമത്വങ്ങളുണ്ടെങ്കിൽ, ദൈവം വെറുക്കുന്ന മറ്റ്
പ്രവർത്തികൾ, കർമ്മങ്ങൾ, ആഭിചാര പ്രവർത്തികൾ, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ ഒക്കെ നമ്മളിൽ ഉണ്ടെങ്കിൽ, ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് തുറന്നു പറയാനായിട്ട്. അപ്പോൾ ഡയറക്റ്റ്ലി ഒരു പ്രാർത്ഥനകൾക്കാണെങ്കിൽ നമുക്കിതൊക്കെ പറയാൻ പറ്റും. പക്ഷേ ഇതിൽ ഒത്തിരി പരിമിതികളുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മറയിട്ട് സംസാരിക്കുന്ന പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലായതുകൊണ്ടാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ അതിനൊന്നും ഒരിക്കലും ഒരവസരം കൊടുക്കാതെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഈ അടിമത്വങ്ങളിൽ നിന്ന് നമുക്ക് ഒരു വിടുതൽ പ്രാപിക്കുവാനായിട്ട് കഴിയും. ധാരാളം ആൾക്കാർ, പ്രിയപ്പെട്ടവരെ, ഞാൻ സ്നേഹത്തോടെ പറയുകയാണ്, അവർ വല്ലാത്ത അവസ്ഥയിൽ സ്റ്റക്കായി പോകുന്നവർ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ ഒരു ദൈവിക വിടുതൽ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു മെസ്സേജ് പ്രിപ്പയർ ചെയ്തത്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഓരോ ദിവസവും ആത്മീകമായി ഉണരുവാനും ദൈവസന്നിധിയിൽ ശക്തിപ്പെടുവാനുമായിട്ടുമുള്ള മെസ്സേജുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഗോഡ് ബ്ലെസ് യു.